അസ്സലാമു അലൈക്കും. മമ്പാട് പഞ്ചായത്തിൽ മുൻ തെരഞ്ഞെടുപ്പിൽ മമ്പാട് സൗത്ത് 13-ാം വാർഡിൽ നിന്ന് താമര ചിഹ്നത്തിൽ ജനവിധി തേടിയിരുന്ന BJPയുടെ പ്രാദേശിക നേതാവായ നറുക്കിൽ സുരേഷ് ഇപ്രാവശ്യം മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റും ഉറച്ച കോട്ടയുമായ 10-ാം വാർഡ് ടാണയിൽ നിന്ന് ജനവിധി തേടുകയാണ്. BJP സ്ഥാനാർത്ഥി BJP നേതാവ് മുസ്ലിം ലീഗ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഈ പുതിയ നാടകത്തിന് പിന്നിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നപ്പാല അബ്ദുൽ കരീം സാഹിബ് തന്നെ നമ്മോട് വിശദീകരിക്കും. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളൊക്കെ എന്താ വെച്ചാൽ ചെറുപ്പക്കാരാണെന്നൊരു മെൻറ്റാലിറ്റി യുവാക്കളടിയിൽ ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ടും ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഇതിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയതാണ് ഈ വിഷയം. ഇവിടെ നിങ്ങൾക്ക് എന്നല്ല ഞങ്ങളത് തീരുമാനിച്ചറിയോ സുരേഷും സരോജിനിയും ജയിക്കുകയാണ്. ഇനി ഈവൻ BJP ജയിച്ച് കഴിയാതപ്പോൾ വേറെ മാർഗ്ഗമല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥിനപ്പോൾ ചേഞ്ച് ചെയ്യപ്പോൾ നമുക്ക് കഴിയില്ല. ഈവൻ BJP ജയിച്ച് കഴിയാതപ്പോൾ വേറെ മാർഗ്ഗമല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥിനപ്പോൾ ചേഞ്ച് ചെയ്യപ്പോൾ നമുക്ക് കഴിയില്ലല്ലോ. അപ്പോൾ ജയിച്ച് കഴിഞ്ഞിട്ട് ഈവൻ BJP ജയിച്ച് കഴിയാതപ്പോൾ വേറെ മാർഗ്ഗമല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥിനപ്പോൾ ചേഞ്ച് ചെയ്യപ്പോൾ നമുക്ക് കഴിയില്ലല്ലോ. കരീമാക്ക് ആവർത്തിച്ച് പറയുന്നത് കേട്ടില്ലേ? BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ ഏതായി BJP സ്ഥാനാർത്ഥി? ടാണയിൽ വേറെ BJP സ്ഥാനാർത്ഥിയൊന്നുമില്ല. ടാണയിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ നറുക്കിൽ സുരേഷ് ജയിച്ചാൽ ഇനി അയാളെ രാജിവെപ്പിച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിട്ട് വേറെ മത്സരിക്കാം, വേറെ സ്ഥാനാർത്ഥിനെ അവിടെ ജയിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് നടത്താമല്ലോ, അതിനൊരു അവസരം ഉണ്ടല്ലോ. പക്ഷേ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ അവസരം ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ റിക്വസ്റ്റ് കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പേഴ്സണലി ഒരു കറകളഞ്ഞ ലീഗ് അല്ലാത്തപോലെ അതായത് സ്പെഷ്യലായിട്ട് നിൽക്കുന്ന ആളുകളത് സ്വാധീനിക്കുന്നില്ല, തർക്കമല്ല. ഇതിനിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൗണ്ടർ ചെയ്തേ മതിയാവുള്ളൂ. പൊളിറ്റിക്കലി ഞങ്ങൾക്ക് അതല്ലാത്തൊരു മാർഗം ചെയ്യില്ല. വിഷയമുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒന്ന് മത്സരിച്ചൊന്ന് കരീമാക്ക്, ഒന്ന് ജമീല ടീച്ചറെ, ഒന്ന് എന്റെ പെണ്ണുങ്ങളാ കഴിഞ്ഞ പ്രാവശ്യത്തെ മെമ്പർ, ഒന്ന് PK സത്യന, ഇപ്പം ഇവനാണ് മത്സരിക്കുന്നത്. ഈ 5 സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടും ഈ വാർഡത്തെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഞാനാണ്. ഈ സ്ഥാനാർത്ഥിനെ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കലില്ല. ഇവർക്ക് ഈ മെമ്പർക്ക് ആകല്ല പണി ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കുക, അവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇയാൾ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡന്റ് ഒന്ന്. രണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ കളി തുടരുന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് 2 മാർഗ്ഗമുള്ളത്. ഒന്ന് നിങ്ങൾ പറഞ്ഞ പോലെ പ്രശ്നം ആക്കാതിരിക്കുക. ഞങ്ങളിപ്പോൾ എന്തെങ്കിലും കൂടി ഞങ്ങൾ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. സരോജിനി ഇനി തോൽക്കുകയാണെങ്കിൽ പോലും തൽക്കാലം എന്ത് ചെയ്യും? ഞങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, പ്രസിഡന്റ് ആക്കാൻ വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അവിടെ പ്രസിഡന്റ് ആക്കും. പകരം ഉപതെരഞ്ഞെടുപ്പ് നടത്തും ഞങ്ങൾ, അതല്ലേ കഴിയുള്ളൂ. അത് സൗഹാർദ്ദപരമായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ വേണ്ടത്. കാരണം ഇത് പറഞ്ഞതുപോലെ ഞങ്ങൾ നിർത്തിപ്പെട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല. ബാപ്പാൻ്റെ സാധനം കണ്ടു കാരണം മാതിരി ഇപ്പം ഞങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ കൂടാക്കാൻ പറ്റില്ല, അത് വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ. അതേമാതിരിയാണ് ഇപ്പോൾ ഞങ്ങൾ ഇതിൽ ഉറച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിർത്തി സ്ഥിതിക്കുവാൻ ജയിപ്പിക്കാൻ അത്യാവശ്യം. എന്നിട്ട് വേണമെങ്കിൽ കാര്യം എന്നാലും ശരി, അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ. അപ്പോൾ രാജിവെപ്പിച്ചാൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കൂലല്ലോ അവിടെ. അപ്പോൾ ഞങ്ങളുടെ പ്രശ്നം തന്നാണ് ഒരു RSS ജയിച്ചു എന്നുള്ളത് RSS ജയിച്ചല്ലോ. കോണിച്ചിഹ്നത്തിലല്ലേ പോയി മത്സരിക്കുന്നത്. ഇത് നമുക്ക് ഞാൻ അറിയാതെ ഇതെങ്ങനെ ലീക്കായി കഴിഞ്ഞാൽ ഓൻ രാജ്യക്കാരെ മത്സരിക്കണമെന്നല്ലേ പറയാം. സംവരണ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികളുടെ മറവിൽ അവരുടെ ചിഹ്നത്തിൽ അവരുടെ പാർട്ടി ചെലവിൽ RSS പ്രവർത്തകരെ BJP പ്രവർത്തകരെ മത്സരിപ്പിക്കുക എന്നുള്ള അജണ്ട സംസ്ഥാന വ്യാപകമായി തന്നെ ഇപ്രാവശ്യം BJP സംഘപരിവാര കേന്ദ്രങ്ങൾ നടപ്പിലാക്കി വരുന്ന ഒന്നാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ടാണയിലുള്ള BJP പ്രവർത്തകൻ്റെ ഈ മത്സരവും. നറുക്കിൽ സുരേഷ് ജയിച്ചാൽ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കും എന്ന ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഈ വാർഡിലെ വോട്ടർമാരാണ്.